ഹായ് ഓൾ വെൽക്കം. ഇത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരമാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടമാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഉണ്ടല്ലോ നിരവധിയായിട്ടുള്ള കമിതാക്കൾ വന്ന് സല്ലപിക്കുന്ന ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ ഭയങ്കര പ്രൈവസിയാണ് കേട്ടോ. തൃശ്ശൂർ നഗരത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും കൂടി ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും കാണില്ല. അങ്ങനെ ഒരു ഹിഡൻ ജേം തന്നെയാണിത്. സ്പേസ് ആണ് കേട്ടോ. ഹെറിറ്റേജ് ഗാർഡൻ. ഇതിന്റെ ഉള്ളിൽ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഒരു ചെറിയൊരു കാടിന്റെ ഫീൽ തന്നെയുണ്ട്. എന്തൊരു സ്ഥലം, ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള. പണ്ടത്തെ ചെയർ നോക്കിയ ചെയറല്ല, സീറ്റിംഗ് നോക്കിയ കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെയാണ് രാജാവ് വന്നിരുന്നിട്ട് രാജാവിന്റെ ഭാര്യയോടൊക്കെ സല്ലപിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് ഉദ്യാനാണ്, ഗാർഡനാണ്, കൊട്ടാരം ഗാർഡൻ. ചീവീടിന്റെ ഒക്കെ ശബ്ദത്താ. ഇത് പൊണ്ടി, ഇത് അടിപൊളി ഒരു സ്പേസ് ആട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാടിന്റെ ഉള്ളിൽ ഒരു പ്രേത കോട്ടയുടെ ഉള്ളിലേക്ക് പോണ പോലെ കേട്ടോ. നോക്കിക്കേ, കപ്പിൾസൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കപ്പിൾസ് അല്ല, ഫ്രണ്ട്സ് പോകുന്നുണ്ട്. ഭയങ്കര ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് ഇട്ടാ. ദൈവമേ, അനുഷേട്ടൻ്റെ കൂടെ വന്നില്ല കേട്ടോ. ആളവിടെ നിന്നു. ഞാൻ ഒറ്റയ്ക്കാട്ടോ പോണത്. അത് കാവാട്ടോ. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാവ് കാണുന്നത്. ഞാൻ ഏട്ടനെ വിളിക്കട്ടെ. സുഹൃത്തുക്കളെ, കാവ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാമ്പും കാവ് അല്ലെങ്കിൽ ഒരു കാവ് കാണുന്നത് കേട്ടോ. വാവ്, സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ കാവിലേക്ക് നടന്നു പോകുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ആ മയിൽപീലിക്കാവ് സിനിമയിലാണ് ആദ്യമായിട്ടൊരു കാവ് കാണുന്നത്. സേക്രഡ് ഗ്രോവ്. എന്തോ ഇവിടുത്തെ മരങ്ങളൊക്കെ ഇപ്പോൾ നശിച്ചു പോയി എന്നാട്ടോ തോന്നുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ. വാ, ഭയങ്കര വൈബ് കേട്ടോ. ഈ കാവിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് ഒരു പ്രത്യേക ഫീല്. വാ, ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതാ നാഗങ്ങളുടെ ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിളക്ക് വെച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള കുറേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇരിക്കാനുള്ള സ്പോട്ടുകളാട്ടോ. നൈസായിട്ടുണ്ടല്ലേ. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുറേ ഫ്രണ്ട്സൊക്കെ ഇവിടെ എന്താ പറയുക, അവർ സംസാരിച്ചിരിക്കാനൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എവിടെയെങ്കിലും വീഴാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇതൊരു കരിങ്കല്ല് വിരിച്ച പാതയാണ്. പിന്നെ അതാ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് രാജാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരുന്നു ഇത്. ഇത് ചിത്രശലഭോദ്യാനമാണ്. ഓ, ഈ മരങ്ങളൊക്കെ നോക്കിയേ, പേടിപ്പെടുത്തുന്ന ഒരു മരമല്ലേ. നോക്കിക്കേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. അവരെവിടെയോ നിന്നു കേട്ടോ. അനീഷേട്ടനും മോനും ഒക്കെ ഇവിടെ ഒക്കെ കപ്പിൾസാണ്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടന്ന് വീഡിയോ എടുക്കുന്നു. എന്നാലും വേണ്ടിയില്ല. ഇതാണ് വടക്കേ ചിറ കേട്ടോ. ഇതൊരു ചിറയാണ്. ചിറ മീൻസ് ഒരു കുളമാണ് കേട്ടോ. തൃശ്ശൂരിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു കുളമാണ്. അതെ, അവരവിടെ ഇരിക്കുന്നു. ദുഷ്ടന്മാരൻ്റെ കൂടാരാണ്ട്. ഇത് എന്തോ ആണ്. ഇത് കിണറാട്ടോ. ലൈറ്റ് നോക്കിക്കേ, നൈസായിട്ടുണ്ടല്ലേ. കപ്പി കണ്ടോ. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഒരു കിണറാണ് കേട്ടോ. വലിയ കിണർ കേട്ടോ. എന്ത് വലിയ കിണറാ. ദൈവമേ, വെള്ളം ഉണ്ടോ അതിൽ? ദൈവം, ആ വെള്ളം ഉണ്ട് കേട്ടോ. ഒരു ചെറിയ കുളത്തിൻ്റെ അത്രയും വലുതാണ് ഈ ഒരു കിണർ. ഹലോ, ഇത് ഈ ശവകുടീരമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അവിടെ കൊണ്ടുവരണം. തമ്പുരാൻ്റെ കുടീരം. ഓക്കെ, രാമവർമ്മ തമ്പുരാൻ്റെ കുടീരം.
അങ്ങനെ നമ്മൾ ആ പൂന്തോട്ടത്തിൽ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. എനിക്ക് എവിടെ നിന്നും അങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലായിടത്തും കുറേ കപ്പിൾസ് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ പ്രൈവസിയിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും ശരിയല്ലല്ലോ. ഇത് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിനകത്തുള്ള മ്യൂസിയത്തിലെ ചില കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അക്കാലത്തെ രഥങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഒരു നടുമുറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര വൈബാട്ടോ ഇതൊക്കെ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതൊക്കെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉരൽ, പിന്നെ ഇത് ഫുഡ് എന്താ പറയുക വിളമ്പി വെക്കാനായിട്ടുള്ള വലിയ പാത്രങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ ചൈന ഭരണികളാണ്. ഇതിലൊക്കെ അച്ചാറിട്ട് വെക്കുന്ന, പിന്നെ ഉപ്പിലിട്ട് വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് മിക്സിയാണ്, ആ ഒരു എന്താ പറയുക തിരിക്കല്ലെന്ന് പറയും. പിന്നെ ഇത് അടുപ്പാണ്. പിന്നെ അപ്പോൾ ആച്ചുവിനോട് ചോദിക്കണ്ടായിരുന്നു കേട്ടോ, അമ്മ എവിടെയാണ് ശക്തൻ തമ്പുരാൻ്റെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂം മുകളിലത്തെ നിലയിലാണ് കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതൊക്കെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് കേട്ടോ. രാജാവ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ഇത് വരുന്നത് ഭണ്ഡാരപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് എന്താ പറയുക നാണയങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇത് പണ്ട് കാലത്തെ മലയാളം ലിപിയാണ് കേട്ടോ. വട്ടെഴുത്തെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, വട്ടെഴുത്താണ് ഇത് വലിയൊരു താളിയോല ഗ്രന്ഥമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ശക്തൻ തമ്പുരാൻ്റെ തലപ്പാവാണ് കേട്ടോ. പിന്നെ അടുത്തത് ശക്തൻ തമ്പുരാൻ്റെ എന്താ പറയുക പല്ലക്കാണ്. പല്ലക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ശക്തൻ തമ്പുരാൻ ആരാണെന്ന് കാണണ്ടേ. ഇതാണ് തൃശ്ശൂർ ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ. ഇതാ പല്ലക്കിൻ്റെ ഉള്ളിലുള്ള കിടക്ക പോലത്തെയാണ് കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ ബെഡ്റൂം. അതാ കാണുന്നതാണല്ലോ, ഇതാണ് ശക്തൻ തമ്പുരാൻ്റെ ബെഡ്റൂമും കട്ടിലും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആച്ചുവിന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ആ ഒരു കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. നടുമുറ്റാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് എന്താ പറയുക ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആഭരണപ്പെട്ടിയില്ലേ, ഇത് പണ്ട് കാലത്തെ ചെസ്സാണ്. അങ്ങനെ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ അവസാനിച്ചു കേട്ടോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഫോട്ടോ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അങ്ങനെ നമ്മളിനി തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി. താങ്ക്